ഫിറ്റ്നസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ ഇന്നലെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ബോഡി പെയിൻ ഒന്നും കാര്യമായിട്ടില്ല. ഇല്ല, എന്നാൽ എനിക്ക് ചെറിയ ബോഡി പെയിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ചലഞ്ചിലെ രണ്ടാം ദിവസം സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബീച്ചിനടുത്തെത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ വാമപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സ്ട്രെച്ചിങ് കഴിഞ്ഞു, ഇനി ജോഗിങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പേസ് കൂട്ടാൻ പറ്റുന്നതിൽ, ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റുന്നതിൽ നമ്മുടെ നോർമൽ ഡിസ്റ്റൻസിനേക്കാളും അല്പം കൂടെ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ഓടാനായിട്ട് വന്നിരിക്കുമ്പോൾ കാലിൻ്റെ അറ്റത്ത് വേദന, കാലിൻ്റെ ഫിംഗേഴ്സിന് ഒരു വേദന ഓടുള്ളൂ. പൊട്ടിപ്പോട്ടെ പറഞ്ഞോട്ടെ. അതെ, കീറിട്ടേ പോകും. ഓടി കഴിയുമ്പോൾ അവൻ്റെ സൂക്കെടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി ഉണ്ടല്ലോ, ഭക്ഷണ രീതിയിൽ മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള പ്ലസ് ലീഫി വെജിറ്റബിൾസ് കഴിക്കുക. ലീഫി വെജിറ്റബിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ലീഫി വെജിറ്റബിൾസിലാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് കാണുന്നേ മുരിങ്ങ, ചീര, ഇതൊക്കെ മതി. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടിലേക്ക് പോകണമെന്നില്ല. അതെ, എന്തായാലും സ്പിനാച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഹെൽപ്ഫുള്ളാണ്. ചീരയല്ലേ, ചീര തന്നെ എനിക്കൊന്ന്. പിന്നെ പയറിൻ്റെ ഇല, 2 തരം. പയറിൻ്റെ ഇല അതൊക്കെ നല്ലതാണ്. അതായത് നമുക്ക് ഈ ഫുഡിൻ്റെ ഇതിൽ നമുക്ക് 3 ഗ്രൂപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡ്, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്, എനർജി ഗിവിങ് ഫുഡ്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റൻറ്റ് എനർജി ഗിവിങ് ഫുഡിലാണ് ഗ്ലൂക്കോസ് അല്ല, ഇൻസ്റ്റൻ്റ് അല്ല പെട്ടെന്ന്. അതായത് ഇൻസ്റ്റൻറ്റ് എനർജി ഗിവിങ് അല്ല. നമുക്ക് എനർജി ഗിവിങ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ, അത് റിച്ച് ആയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ എനർജി ഗിവിങ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചോറ് ഒരു എനർജി ഗിവിങ് ഫുഡാണ്. അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ പോർഷൻ സൈസ് നമ്മൾ നോക്കില്ലല്ലോ. അതെ, നല്ല കറികളോട് കൂടിയാകുമ്പോൾ നമ്മൾ കഴിച്ചു. അതെ, അതായത് എനർജി ഗിവിങ് ഫുഡിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് അല്പം എടുത്താൽ മതി. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളത് അല്പം എടുത്താൽ മതി. പിന്നെ കൂടുതലും പ്രോട്ടീൻ കണ്ടന്റ് ആഡ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യും. ഈ പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൻ, അതെ, ചിക്കൻ, ഈ പയറൊക്കെ പൊടിപ്പിക്കുന്നത്, മുളപ്പിച്ച പയർ. പക്ഷെ ഞാൻ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഫുഡ് എന്നുള്ള രീതിയിൽ എടുത്തു പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. പ്രൊമഗ്രാനേറ്റ് പോലത്തെയുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ പപ്പായ. അതെ, ഇതിലൊക്കെ ധാരാളം നമുക്ക് ആവശ്യമുള്ള മിനറൽസ് ആണ് എല്ലാം. അതുപോലെ തന്നെ പേരയ്ക്ക റിച്ച് സോഴ്സാണ്. അതെ, പേരയ്ക്കെല്ലാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ടല്ലോ, അതും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാഥമിക കർമ്മ ഉണ്ടല്ലോ, അതായത് ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഒരു ദിവസം ഒരു 2 സ്പൂൺ ചിയാസീഡ് കഴിക്കുകയാണെങ്കിൽ, വെള്ളത്തിലിട്ട് അതൊരു ശേഷം കഴിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഈ തൈര്, ഇതൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോബയോട്ടിക്സ് ആണ്. അതെ, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സഹായിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പൻഡിസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഒരു ദിവസം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കിനി നേരെ നമ്മുടെ Day 2 ചലഞ്ചിലേക്ക് പോവാം. 2 3 4 4 5 1 2 1 2 3
6. ഹായ്, അപ്പോൾ നമ്മുടെ ഡേ 2 ചലഞ്ച് കംപ്ലീറ്റ് ആയി. വാമപ്പ് ഉണ്ടായിരുന്നു, ഡയമണ്ട് പുഷപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ സിറ്റപ്സ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിറ്റ്നസ് വ്ലോഗ് തീരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു പുതിയൊരു വീഡിയോയും പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. Stay tuned. Stay tuned. Bye. Bye.